സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 26. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നിട്ടും മനസ്സിനേറ്റ പൊള്ളൽ അതേപടി നിന്നു. സൈനബുവിനരികിൽ ചേതനയാകെ മരവിച്ച് ഇരിക്കുമ്പോഴും കണ്ണുകൾ തളത്തിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഗോവണിയിൽ തറഞ്ഞു നിന്നു. ഒരിക്കലെങ്കിലും ഒന്നിറങ്ങി വന്നിരുന്നെങ്കിൽ. പലപ്പോഴായി ആരൊക്കെയോ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും കണ്ടു. ഇടയ്ക്കെപ്പോഴോ ഒരു കൂട്ടം പാത്രങ്ങളുമായി കൽമേയും പോയി വന്നു. ഉച്ച കഴിഞ്ഞ് തളത്തിലിരുന്നവർ ഹസനിക്കയ്ക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ അസാന്നിധ്യം സ്പഷ്ടമായി അറിഞ്ഞു. അബു വല്ലതും പറഞ്ഞോ നിങ്ങളോട്? സൈനബുവിൻ്റെ ഉപ്പയുടെ ചോദ്യം കേട്ടു. ഓൻ അതേ ഇരിപ്പാണ്, മിണ്ടാട്ടമില്ല, ഉരിയാട്ടവുമില്ല. ഇപ്പോ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്നാ എൻ്റെ മനസ്സ് പറയുന്നേ. കോയാക്കയുടെ മറുപടിയിൽ താളഭംഗം. മൗനം ഇഴഞ്ഞു നീങ്ങിയ നിമിഷങ്ങൾ. ആ വാക്കുകൾ ഉള്ളിൽ തുളച്ചു കയറുന്നു. മനസ്സ് പുണ്ണാക്കിയിട്ടെന്താ കാര്യം? സഹിച്ചല്ലേ പറ്റൂ. റബ്ബ് കൽപ്പിച്ചതാണിതൊക്കെ. ആരുടെയോ അർത്ഥമില്ലാത്ത സ്വാന്തനം. തളത്തിൽ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നു. സഭ പിരിഞ്ഞത് എപ്പോഴാണെന്ന് ഓർത്തു നോക്കി. ദുഃഖം ഘനീഭവിച്ച് നിൽക്കുകയാണ് ചുറ്റിനും. ആർക്കും ശബ്ദമില്ല. സദാ ഓടിച്ചാടി നടന്നിരുന്ന അയൂബ് പോലും വല്യുമ്മയുടെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. കൽമേയും മാത്രം ചലിക്കുന്ന ഒരു പാവയായി അടുക്കളയിലും പിന്നാമ്പുറത്തും പണിയെടുത്തുകൊണ്ടിരുന്നു. അടുപ്പിനുമേൽ എല്ലായ്പ്പോഴും ചായയ്ക്കുള്ള വെള്ളവും കഞ്ഞിയും പുഴുക്കും കാലമായി കിടന്നു. ദുരന്തമറിഞ്ഞു വന്നവരാരും ഒഴിഞ്ഞ വയറോടെ മടങ്ങിപ്പോയിരുന്നില്ല. മുറിയിലേക്ക് കടന്നു വന്നവർ അനുതാപത്തിന്റെ ആർദ്രമായ മുഖങ്ങളോടെ വല്യമ്മയുടെയും സൈനബുവിൻ്റെയും കിടക്കക്കരികിൽ കൂടി നിന്നു. പിന്നീട് ഹസനിക്കയുടെ രോഗത്തെക്കുറിച്ചും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ അന്യോന്യം ചർച്ച ചെയ്തും തളർന്നിരുന്നവരുടെ ദുഃഖത്തിന്റെ തീവ്രത സാരമായി വർദ്ധിപ്പിച്ച് കൽമേയെയോ സൈനബുവിൻ്റെ അനിയത്തിമാരെയോ പകർന്നുകൊണ്ടുവരുന്ന ചായയോ കഞ്ഞിയോ ഉള്ളിലാക്കി മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ആ നോട്ടങ്ങൾ തൻ്റെ നേരെയും പാറി വീഴാതിരുന്നില്ല. കുട്ടിയോളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ്. അങ്ങ് തെക്കുന്ന് ഈ സ്കൂളിൽ പണി മേടിച്ച് വന്നതാ. വന്നവരുടെ മുന്നിൽ ഒരു കാഴ്ചവസ്തുവിനെ പോലെ ഇരിക്കാൻ മനസ്സ് മടിച്ചു. പക്ഷേ സൈനബുവിനരികിൽ നിന്നും മാറി നിൽക്കാനും വയ്യ. ഹസനിക്ക വീട്ടിലില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ വല്യുമ്മ വീണ്ടും കരയാൻ തുടങ്ങിയിരുന്നു. അതുവരെ ഒരു പഴന്തുണിക്കെട്ട് പോലെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവർ. മകനെ പോലീസ് കൊണ്ടുപോയത് ആ സ്ത്രീക്ക് സഹിക്കാനായില്ല. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി പിടിച്ച് തളർന്നു കിടന്നിരുന്ന അവരുടെ സർവ്വ നിയന്ത്രണങ്ങളും അതോടെ പൊട്ടിയൊഴുകി. ആ നിലവിളി സൈനബുവിലേക്കും പകർന്നു. ഇരുവരെയും ആശ്വസിപ്പിക്കാൻ കുറച്ചൊന്നുമല്ല പണിപ്പെടേണ്ടി വന്നത്. അബുവിനെ വിളി, പോലീസിനോട് ചെന്ന് പറയാൻ പറ, എൻ്റെ കുഞ്ഞ് അറിഞ്ഞോണ്ട് ചെയ്തതല്ലെന്ന്. ഓനെ ഇല്ലെങ്കിൽ അവരെ കൊല്ലാക്കൊല ചെയ്യും. വല്യമ്മയുടെ വിലാപം മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഇത്താത്ത കരുതുന്നത് പോലൊന്നും ഉണ്ടാവില്ല. ഓന് സ്വയബോധമില്ലെന്ന് ഈ ദുനിയാവില് അറിയാത്തവരാരാ ഉള്ളത്? നിങ്ങൾ ബേജാറാവാണ്ടിരിക്കീൻ. കിടക്കയുടെ ഓരം ചേർന്നിരുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീ സമാധാനിപ്പിക്കുന്നത് കേട്ടു. എന്നിട്ടും വല്യമ്മയുടെ കരച്ചിൽ അവസാനിച്ചില്ല. സമയമേറെ കഴിഞ്ഞാണ് അതിനൊരറുതി വന്നത്. കരയാനുള്ള ശക്തി അവർക്ക് എങ്ങനെ കൈവന്നുവെന്ന് ഓർത്ത് അത്ഭുതപ്പെടുകയായിരുന്നു താൻ. ഒരിറക്ക് കഞ്ഞിത്തെളിയാണ് ആകെ കഴിച്ചിട്ടുള്ളത്. ആരൊക്കെയോ താങ്ങിപ്പിടിച്ച് ഉള്ളിലാക്കുകയായിരുന്നു. സൈനബുവിനെ കഞ്ഞി കുടിപ്പിക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ലെന്ന് തോന്നി. ആ വായ് തുറന്നു കിട്ടാൻ വേണ്ടി തനിക്ക് പട്ടിണി ഇരിക്കേണ്ടി വന്നുവെന്ന് മാത്രം. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഫാത്തിമയും ചിന്നമ്മയും തന്നെ അന്വേഷിച്ചു വന്നു. ഓഫീസിൽ ചെന്നിട്ട് ഒരു പണിയും നടന്നില്ല മായേ. ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് തൂത്തെറിയാൻ കഴിയുന്നില്ല, ചിന്നമ്മ പറഞ്ഞു. പത്രത്തിൽ വന്നിട്ടുണ്ട് വാർത്ത. മായ കണ്ടിരുന്നോ? ഫാത്തിമയുടെ ചോദ്യം നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പത്രം ആരെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ആവോ? അയാളെ പോലീസ് കൊണ്ടുപോയ കാര്യം സൈനബു അറിഞ്ഞോ? അടുക്കളത്തളത്തിലായിരുന്നിട്ടും ഒച്ച താഴ്ത്തിയാണ് ചിന്നമ്മ ചോദിച്ചത്. ഉവ്, വല്യമ്മയും അറിഞ്ഞു. കരച്ചിലൊക്കെ ഒന്നടങ്ങി വന്നതായിരുന്നു. അതോടെ എല്ലാം തകർന്നു. എന്തിനാ ആ മനുഷ്യനെ ഓർത്തിനി കരയുന്നേ? ചിന്നമ്മയുടെ അമർഷം വാക്കുകളെ പൊതിഞ്ഞു നിൽക്കുന്നു.
ഭ്രാന്തിളക്കി ചെയ്തതല്ലേ ചിന്നമ്മേ? സുബോധത്തോടെ ആരെങ്കിലും സ്വന്തം മക്കളെ വെള്ളത്തിൽ മുക്കി കൊല്ലുവോ? താൻ ന്യായീകരിക്കാൻ നോക്കി. എന്നാലും എനിക്കങ്ങോട്ട് ദഹിക്കണില്ല. ഭ്രാന്തനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട വെറുതെ വിടുമെന്നാ എല്ലാവരും പറയുന്നത്. ഫാത്തിമ പറഞ്ഞു. സൈനബൂനു തന്നെ നഷ്ടം. ഹസനിക്ക പോയാ പോലിങ്ങ് പോരും. ഇനിയും ആരൊക്കെയാണാവോ ആ കൈകൾ കൊണ്ട് മരിക്കാൻ പോണത്? ചിന്നമ്മയുടെ നാവടങ്ങി കിടന്നില്ല അപ്പോഴും. വെറുതെ ഓരോന്ന് പറയാതിരിക്കെ. ശാസനയുടെ മൂർച്ചയുണ്ടായിരുന്നു തൻ്റെ സ്വരത്തിന്. അതവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് ഹസനിക്കയെക്കുറിച്ച് ആരും സംസാരിക്കുകയുണ്ടായില്ല. സൈനബു ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ മുഖങ്ങളിൽ തെളിച്ചം വീണു. മായ എപ്പോഴാ വരുന്നത്? കുറച്ചു നേരം കൂടി ചുറ്റിപ്പറ്റി നിന്ന ശേഷം മടങ്ങിപ്പോകുന്നതിനു മുമ്പ് അവർ ചോദിക്കാതിരുന്നില്ല. വരാം, കുറച്ചുകൂടി കഴിയട്ടെ. ഇന്നും ഇവിടെ തന്നെ കിടക്കുവാണോ? ഇല്ല, ഞാൻ പോരുന്നുണ്ട്. എനിക്കൊന്ന് കുളിക്കുകയും വേണം. ഞങ്ങൾ വെള്ളം കോരി വെച്ചേക്കാം. അവർ യാത്ര പറഞ്ഞു പോയി. മുറിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ സൈനബുവിൻ്റെ ഉമ്മ പറഞ്ഞു. ടീച്ചർ പോയിട്ടുണ്ടാവുമെന്ന് കരുതി ബേജാറായിരിക്കുകയായിരുന്നു ഞമ്മള്. കുറച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ മുഖം മ്ലാനമാവുന്നത് സ്പഷ്ടമായി അറിഞ്ഞു. ടീച്ചർ ഇവിടുള്ളത് ഒരാശ്വാസമാ സൈനബു. എന്തെങ്കിലും കഴിക്കാൻ കൂട്ടാക്കുന്നത് തന്നെ ടീച്ചർ ഉള്ളതുകൊണ്ടാ. നിങ്ങൾ പോയി ഇനി. ആ വാക്കുകൾ ഇടറി നിന്നു. ഞാൻ പോയിട്ട് വരാം ഉമ്മ. എനിക്കൊന്ന് കുളിക്കുകയും വേണം. ദേഹത്തപ്പടി വിയർപ്പും അഴുക്കുമാണ്. എന്നാ പിന്നെ ടീച്ചർ വേഗം പോയിട്ടാവാ. ഇരുട്ട് വീഴുന്നെന്ന് കാത്തു നിൽക്കണ്ട. ആ മുഖത്ത് നിന്നും മാഞ്ഞുപോയ തെളിച്ചം മടങ്ങി വന്നിരുന്നു. മയക്കത്തിലാണ്ട് കിടന്നിരുന്ന സൈനബുവിനെ ഒന്ന് നോക്കിയിട്ട് വേഗം ലോഡ്ജിലേക്ക് നടന്നു. പടി കയറുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മാളിക വരാന്ത പതിവ് പോലെ ശൂന്യമാണ്. അതിനുള്ളിൽ എവിടെയോ ഒരിറ്റ് ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന ഒരു മനസ്സ് തളർന്നിരിപ്പുണ്ട്. പടികൾ കയറി ചെല്ലാനും എന്തെങ്കിലും സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുമുള്ള ഉത്കടമായ അഭിവാഞ്ഛയെ അടിച്ചമർത്താനേ നിർവാഹമുള്ളൂ. കാലുകളിൽ ഇഴയുന്നത് കനത്ത ചങ്ങലക്കണ്ണികളാണ്. കുളി കഴിഞ്ഞു മടങ്ങുമ്പോഴും ചുറ്റിനും ഇരുൾ വീണു തുടങ്ങിയിരുന്നു. പൂമുഖത്തും വരാന്തയിലുമൊക്കെ വിളക്കുകൾ പ്രകാശിച്ചു. പടികൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഉമ്മറത്ത് നിന്നുയർന്ന ഖുർആൻ പാരായണം കാതുകളിലേക്ക് ഇഴഞ്ഞെത്തി. ഒപ്പം സാമ്പ്രാണിയുടെയും ചന്ദനത്തിരിയുടെയും ഗന്ധവും. പള്ളിയിൽ നിന്ന് വന്നവരാകും ഓതാനിരിക്കുന്നത്. പകൽ കൽമേയി അങ്ങനെ പറഞ്ഞതോർത്തു. ഇനി 40 ദിവസം വരെ മുടങ്ങാതെ ഉണ്ടാവും പാരായണം. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അതിൽ പങ്കുകൊള്ളാം. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് എല്ലാം. സിമന്റിട്ട മുറ്റത്തിന്റെ അതിരിലൂടെ തൂണുകളുടെ നിഴലുകൾ ചവിട്ടി നടക്കുമ്പോൾ ഉമ്മറത്തേക്ക് കണ്ണുകൾ പാഞ്ഞു ചെല്ലാതിരുന്നില്ല. ഓതുന്നവരുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും താൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം. നിരാശയായിരുന്നു ഫലം. തളത്തിൽ സൈനബുവിൻ്റെ ഉമ്മയുടെ അനുജത്തിമാർ ഒന്നിച്ചിരുന്ന് ഓതുന്നത് കണ്ടു. തൻ്റെ നേരെ മുഖമുയർത്തിയ അവരുടെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ തെളിച്ചം. എഴുന്നേറ്റ് ഭിത്തിയും ചാരിയിരിക്കുകയായിരുന്നു സൈനബു. അലക്ഷ്യമായി ഇട്ടിരുന്ന തട്ടത്തിന് കീഴെ എണ്ണമയമില്ലാതെ മുടി പാറിപ്പറന്ന് കിടന്നിരുന്നു. തോരാതെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാവും. മുഖവും വല്ലാതെ വിങ്ങിയിട്ടുണ്ട്. ആ നോട്ടം എവിടെയും ഉറച്ചു നിന്നിരുന്നില്ല. പതിയെ ചെന്ന് അടുത്തിരുന്നു. മണിക്കൂറുകളോളം ആ മുറിയിൽ നിശബ്ദത ചേക്കേറി. ആശ്വാസവാക്കുകൾ കൊണ്ടൊന്നും ശമിപ്പിക്കാൻ കഴിയുന്ന ദുഃഖമല്ല അവളുടേതെന്നറിയാം. കാലത്തിന് പോലും ആ മുറിവുണക്കാൻ കഴിയില്ല. മൗനം വാചാലമാകുന്ന നിമിഷങ്ങളായിരുന്നു അവ. രാവേറി ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ സൈനബു കൂട്ടാക്കിയത്. അതിനുവേണ്ടി തനിക്ക് ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു. മുറിയിലെ വിളക്കണച്ച് അധിക നേരമാവുന്നതിന് മുമ്പ് തന്നെ സൈനബുവിൻ്റെ ഉമ്മയുടെ കൂർക്കം വലി കേട്ടു തുടങ്ങി. എത്ര അനായാസമായി ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ അവർക്ക് കഴിഞ്ഞുവെന്നോർത്ത് അത്ഭുതപ്പെടുകയായിരുന്നു താൻ. സൈനബു ഞരങ്ങിയും മുളിയും കിടക്കുകയാണ്. ഇടയ്ക്കിടെ നെടുനിശ്വാസങ്ങളും ഉയർന്നു. ആ മനസ്സിലെ അഗ്നി ഇനിയും കെട്ടടങ്ങിയിട്ടുണ്ടാവില്ല. ചുറ്റുപാടുകൾ വിമൂഖമാണ്. വല്ലപ്പോഴും അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ച ഉയർന്നു കേട്ടു. കൽമേയ്ക്ക് മാത്രം ഈ വീട്ടിൽ ഉറക്കമില്ലെന്ന് തോന്നി. ഒരു യന്ത്രം പോലെയാണ് ആ സ്ത്രീ.
സ്വസ്ഥമായി ഒരിടത്തിരിക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല. പണി ചെയ്യാൻ വേണ്ടി മാത്രമാകും ഈശ്വരൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യം ഒന്ന് കരഞ്ഞ് ബഹളം കൂട്ടിയതൊഴിച്ചാൽ പിന്നീട് വികാരരഹിതമായ അവസ്ഥയിലായിരുന്നു കൽമേയി. അങ്ങനെയൊരു മനസ്സിനുടമയായിരുന്നതുകൊണ്ട് മാത്രമാവും നിക്കാഹ് കഴിച്ച മനുഷ്യൻ അനുജത്തിയെ കൂടി ഭാര്യയാക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ നിർവികാരയായി തലകുലുക്കിയത്. ഒടുവിൽ ഭർത്താവിന്റെ വീട്ടിൽ താൻ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിത്തുടങ്ങിയപ്പോൾ അഭയം അന്വേഷിച്ച് വെറ്റിലപ്പറമ്പിൽ വന്നു കൂടുകയായിരുന്നു. എന്നോ ഒരിക്കൽ സൈനബ് പറഞ്ഞു തരികയായിരുന്നു ആ കഥ. മിഴികൾ അടച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി. കഴിയുന്നില്ല. മുറിയിലെ വായുവിൽ ഉഷ്ണം. ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കണമെങ്കിൽ അടുക്കള വരെ ചെല്ലണം. കൽമേയി ഉണ്ടാവാതിരിക്കില്ല അവിടെ. ഒച്ചയുണ്ടാക്കാതെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. നിലത്ത് തലങ്ങും വിലങ്ങുമായി പായ വിരിച്ച് സൈനബുവിന്റെ ഉമ്മയും അനുജത്തിമാരും കിടക്കുകയാണ്. തളത്തിൽ നിന്ന് വീണുകൊണ്ടിരുന്ന മങ്ങിയ വെളിച്ചത്തിൽ ആരുടെയും ദേഹത്ത് കാൽ വയ്ക്കാതെ പുറത്തേക്ക് വന്നു. അടുക്കളയിൽ കൽമേയി ഉണ്ടായിരുന്നില്ല. വെളിച്ചം അണച്ചിരുന്നതുമില്ല. വെള്ളം മുക്കി കുടിച്ച് ടംബ്ലർ തിരിച്ചു വെക്കുന്നതിനിടയിൽ കൽമേയി എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. ടീച്ചർ ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറക്കം വരുന്നില്ല. വല്ലാതെ ദാഹിക്കുകയും ചെയ്തു. എവിടെ പോയിരുന്നതാ കൽമേയി? അബുവിന്റെ അറയില്. കഞ്ഞി കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. എന്നിട്ട്? കഴിച്ചിട്ടില്ല. അവിടെ വെച്ചോളാൻ പറഞ്ഞു. കഴിക്കാനൊന്നുമല്ലെന്ന് നമ്മക്കറിയാം. കൽമേയുടെ ശബ്ദം ഇടറുന്നതറിഞ്ഞു. കൊണ്ടുവച്ചതൊക്കെ എടുത്തോണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുക ടീച്ചറെ. എന്താണ് പറയേണ്ടതെന്നറിയാതെ തരിച്ചു നിൽക്കുമ്പോൾ കൽമേയി തുടർന്നു. ഇന്നലെ കാലത്ത് എന്തോ കഴിച്ചതാണ് അബു. ഒരിറക്ക് വെള്ളം. പിന്നെ ഉള്ളിൽ ചെന്നിട്ടില്ല. എന്തേ? എന്നിട്ടാരെ ഇതുവരെ ശ്രദ്ധിക്കാത്തത്? ഉള്ളിലെ തിരത്തള്ളൽ അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല. പറഞ്ഞാ കേക്കണ്ടേ? കോയാക്കയും അഹമ്മദ് കുട്ടിക്കായും ഞങ്ങളുമൊക്കെ ഒരുപാട് പറഞ്ഞിരിക്കുകയാണ്. ഓര് ഒക്കെ മൂളി ഒരേ ഇരിപ്പാണ്. ഒരുമാതിരി മുനിയെക്കൂട്ട്. വാർന്നു പോകുകയാണ് തൻ്റെ കരുത്ത്. ഉറക്കവുമില്ലെന്നാ തോന്നണേ. നമ്മന്റെ കൽബിലിപ്പോൾ തീയാണ് ടീച്ചറെ. ഇങ്ങനെ ഇരുന്ന് ഓൻ എന്തെങ്കിലും വലിച്ചു വെക്കും. ഹൃദയം വലിഞ്ഞു മുറുകുകയാണെന്ന് തോന്നി. നാവനക്കാനും കഴിയുന്നില്ല. നമ്മൾ പായ്യാരം പറയല്ല ടീച്ചറെ. റബ്ബിനാണെ പേടിയാണ് നമ്മക്ക്. അർദ്ധോക്തിയിൽ നിർത്തി. സങ്കടം സഹിക്കാനാവാതെ ഇരു കൈകളും കൊണ്ട് തല താങ്ങി നിലത്ത് കുത്തിയിരുന്നു. കൽമേയുടെ മറ്റൊരു മുഖം. ഇതികർത്തവ്യതയാ മൂടയായി നിൽക്കുകയായിരുന്നു താനെപ്പോഴും. സൈനബുവിന്റെ പ്രായത്തില് ഈ പുരയിലേക്ക് വന്നതാ നമ്മള്. അബുവിനന്ന് 11 വയസ്സാ പ്രായം. എന്റെ മക്കളെപ്പോലാ ഞാൻ ഈ കുട്ടിയോടെ കരുതുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ കൽമേയി? അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളം ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാ റബ്ബ് കാണിച്ചു തരാനിരിക്കുന്നത്? കൽമേയിയുടെ പരിദേവനം തുടർന്നു. അവരെ വിലക്കാൻ വ്യഥാ ശ്രമിച്ചു നോക്കി. നാട്ടാര് കാഴ്ചകൾ കാണാൻ കാത്തിരിക്കുക ടീച്ചറെ. അബുവും ഹസന്റെ ചേലിക്കാവുന്നത് കാണാൻ. കൽമേയി തന്റെ സ്വരം വല്ലാതെ ഉയർന്നിരുന്നു. ആ വാക്കുകൾക്ക് വായ്ത്തലയേക്കാൾ മൂർച്ച. അവർ കണ്ണുനീരോടെ തലയുയർത്തി. തന്റെ മിഴികളും നിറഞ്ഞു കവിയുകയാണ്. അങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കരുത് കൽമേയി. വിതുമ്പലോടെ കുനിഞ്ഞ് ആ തോളത്ത് തൊട്ടു. സങ്കടം സഹിക്കാൻ പറ്റണില്ല. ആരോടാ ഞാനിതൊക്കെ പറയേണ്ടത്? എന്റെ കുട്ടി ഒരിറക്ക് വെള്ളമെങ്കിലും കഴിച്ചു കിടന്നിരുന്നതെങ്കിൽ. അവർ തട്ടത്തിന്റെ തുമ്പെടുത്ത് മൂക്ക് ചീറ്റി. പൊടുന്നനെ വീണ് കിട്ടിയ ധൈര്യത്തിൽ ചോദിച്ചു. കൽമേയിക്ക് സമാധാനമാവുമോ അപ്പോൾ? എങ്കിൽ ഞാൻ ചെന്ന് പറയാം. ചിലപ്പോൾ കേട്ടെന്നിരിക്കും. ടീച്ചറോ? കണ്ണുനീരിനിടയിൽ വിസ്മയത്തോടെ അവർ മുഖത്തേക്ക് നോക്കി. എന്താ ഞാനായാൽ? ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. മനസ്സിൽ രാവിലെ മുതൽ തികട്ടി നിന്ന ആഗ്രഹമാണ് ആ മുഖമൊന്ന് കാണാൻ. ഓർക്കാപ്പുറത്ത് കൈവന്ന അവസരമാണ്. പാഴാക്കാൻ പാടില്ലെന്ന് ഉള്ളം ഓർമ്മിപ്പിക്കുന്നു. അധ്യായം 27. എല്ലാം ഒരു നിയോഗമായിരുന്നുവോ? ജന്മഗൃഹത്തിൽ നിന്ന് കണ്ണെത്താത്ത ദൂരത്ത് എത്തിപ്പെട്ടതും കാലത്തിന്റെ കരങ്ങൾക്ക് പോലും വായിക്കാൻ കഴിയാതെ ആ മുഖം മനസ്സിന്റെ ഭിത്തിയിൽ പതിഞ്ഞു കിടന്നതുമൊക്കെ ആ നിയോഗം കൊണ്ട് മാത്രമായിരുന്നുവോ? ഒന്നും വ്യവച്ഛേദിക്കാനാവില്ലെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പുണ്ട്. മായയ്ക്ക് വേണ്ടി ഒരാൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാരും ആവില്ല. ആ നിശ്ചയദാർഢ്യത്തിന് ഇളക്കം തട്ടാത്തത് കൊണ്ട് മാത്രമായിരുന്നു അടുക്കാൻ കിണഞ്ഞത്.
എന്നോട് അടുക്കാൻ ശ്രമിച്ച പല മുഖങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചത്, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ കഴിഞ്ഞത്, നിസ്സംഗത ഒരു മുഖാവരണമായി എടുത്തണിയാൻ സാധിച്ചത്, വർഷങ്ങൾക്ക് മുൻപ് നിറനെഞ്ചിൽ വീണ കണ്ണുനീരിൻ്റെയും ചുടുനിശ്വാസത്തിൻ്റെയും ഓർമ്മ ഒരു രക്ഷാകവചമായി തന്നെ പൊതിഞ്ഞു കിടന്നതുകൊണ്ടാവാം പ്രീണനങ്ങൾക്കു മുമ്പിൽ മനസ്സിടറാതെ ഓടിയകലാൻ കഴിഞ്ഞതെന്ന് തനിക്ക് തീർത്തും ഉറപ്പുണ്ട്. ആ രംഗങ്ങൾ ഓർമ്മയിൽ തെളിയുമ്പോൾ സ്വയം അറിയാതെ തന്നെ ഹൃദയം വിതുമ്പിപ്പോകുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ ചുറ്റി വരിഞ്ഞ് നെഞ്ചിൽ മുഖമണച്ച് പൊട്ടിക്കരഞ്ഞത് അബു തന്നെയായിരുന്നോ? തികച്ചും അപ്രതീക്ഷിതമായി താൻ മുന്നിലെത്തിപ്പെട്ടപ്പോഴുണ്ടായ ആ പകച്ച നോട്ടം സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ച ആൾ അതിന് കഴിയാതെ കസേരയിൽ തന്നെ ഇരുന്നു പോയത് ഓർക്കുന്നു. പ്രകാശം വറ്റി കുഴിഞ്ഞതാണ കണ്ണുകളും ഷേവ് ചെയ്യാത്ത മുഖവും ചീകി ഒതുക്കാത്ത നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്ന മുടിയിഴകളും കൽമേയിൽ ഉണർന്നിരുന്ന ഭീതിയെ അനുനിമിഷം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മിഴികൾ പരസ്പരം കുരുങ്ങി നിന്ന ഏതോ നിമിഷത്തിൽ താൻ നോക്കി നിൽക്കെ തന്നെ അബു മേശമേൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. തേങ്ങലിൽ ആ മുതുകുലയുന്നത് കണ്ടു നിൽക്കാനായില്ല. അരികിൽ ചെന്ന് വിറയാർന്ന വിരലുകൾ കൊണ്ട് തോളിൽ പതിയെ സ്പർശിക്കുമ്പോൾ കരുതി വച്ചിരുന്ന വാക്കുകൾ നാവിൽ നിന്നും വഴുതി വീണു. കരയരുത്. പൊടുന്നനെയാണ് അബു മുഖമുയർത്തിയത്. തന്നെ തൊട്ടടുത്ത് തീരെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും അനിയന്ത്രിതമായി വിതുമ്പുന്ന ആ ചുണ്ടുകളും മായയെ മറ്റൊരാളാക്കുകയായിരുന്നു. ഏതോ ഒരു ഉൾപ്രേരണയിൽ ആ മുഖം ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ മാറോട് പിടിച്ചമർത്തി. എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ പതറി നിന്നു പോയ നിമിഷങ്ങളിലാണ് അതുണ്ടായത്. സമനില വീണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോഴറിഞ്ഞു, ഇരു കൈകളും കൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ച് തേങ്ങുകയാണ് അബുവെന്ന്. ആ ബന്ധനത്തിൽ നിന്ന് പെട്ടെന്നൊരു മോചനമുണ്ടായതുമില്ല. അങ്ങനെയൊരാഗ്രഹം മനസ്സിൽ മുളപൊട്ടിയിരുന്നുമില്ല. ആ മുടിയിഴകളിൽ വിരലോടിക്കുമ്പോൾ തൻ്റെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ ഇറ്റു വീണുകൊണ്ടിരുന്നു. യുഗങ്ങളോളം ആ നിൽപ്പ് നിൽക്കാൻ ആഗ്രഹിച്ച താൻ തന്നെയാണ് സാവധാനം ആ പിടി അയക്കാൻ ഒരുങ്ങിയതും. ഏത് നിമിഷവും തൻ്റെ പിന്നാലെ കൽമേയി കടന്നു വന്നേക്കുമോ എന്ന ചിന്ത ഉള്ളിൽ അസ്വാസ്ഥ്യമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കരയരുതെന്നും മനസ്സ് വിഷമിക്കരുതെന്നും പറയാനാ ഞാനിവിടേക്ക് വന്നത്. ആ തോളത്ത് നിന്ന് കൈ വലിക്കുന്നതിനിടയിൽ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. മറുപടി ഉണ്ടായില്ല. ഗദ്ഗതം അടക്കിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അബു. ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. കുറച്ചെങ്കിലും മനക്കട്ടിയുണ്ടാവുമെന്ന് കരുതി. നാവിൻ്റെ ബന്ധം അപ്പോഴേക്കും അയഞ്ഞു കിട്ടിയിരുന്നു. സഹിക്കാനാവുന്നില്ല മായ. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അബുവിൻ്റെ ഒച്ച വല്ലാതെ അടഞ്ഞു പോയിരിക്കുന്നു. പ്രകൃതം പോലെ തന്നെ സ്വരം പോലും മാറിയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളിൻ്റെ സമനില വീണ്ടെടുക്കണം. മനസ്സ് തുറന്ന് കരഞ്ഞതുകൊണ്ട് കുറച്ചെങ്കിലും ഒരാശ്വാസം കിട്ടിയിട്ടുണ്ടാവും. സംഭവിച്ചു പോയില്ലേ എല്ലാം? ആരെയും പരിചാരിയിട്ട് കാര്യമില്ലെന്നറിയാലോ. സ്വന്തം കൈവിരലുകളിൽ ഏറെ നേരം നോക്കിയിരുന്നതിന് ശേഷമാണ് മറുപടി ഉണ്ടായത്. ഒക്കെ അറിയാം, പക്ഷേ വയ്യ. ഇക്കാക്കയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. വീണ്ടും വികലമാവുകയാണ് സ്വരം. തൊട്ടടുത്ത ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു താൻ. വീണ്ടും അരികിലേക്ക് ചെന്ന് ആ തോളിൽ സ്പർശിക്കേണ്ടി വന്നു. സ്വബോധത്തോടെയൊന്നുമല്ലല്ലോ. സൈനബു സഹിക്കുന്നില്ലേ? ഉമ്മ സഹിക്കുന്നില്ലേ? അവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ട ആളാണോ കൊച്ചു കുഞ്ഞിനെ പോലെ ഇവിടെ ഇരുന്ന് കരയുന്നത്? സാന്ത്വനോക്തികൾ ഓരോന്നായി നാവിൽ നിന്ന് വഴുതി വീണു. എനിക്കൊന്നിനും ആവുന്നില്ല മായ. ഈ ഇരിപ്പിൽ ആ കുഞ്ഞുങ്ങളെ പോലെ മരിക്കാനായെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ്. എത്രയോ നിമിഷങ്ങൾ അടർന്നു വീണു കഴിഞ്ഞാണ് ആ ചുണ്ടുകൾ അനങ്ങിയത്. വേണ്ടാത്തതൊന്നും പറയേണ്ട. ശാസനയുടെ സ്വരമുണ്ടായിരുന്നു. അതുകൊണ്ടാവാം കുനിഞ്ഞിരുന്നയാൾ തൻ്റെ നേരെ മുഖമുയർത്തി. നിസ്സഹായതയും നിരാലംബതയും ആ കണ്ണുകളിൽ കുടിപ്പാർത്തിരുന്നു. മനസ്സ് വല്ലാതെ നൊന്തു. മരണത്തെക്കുറിച്ച് മാത്രമല്ല ഇപ്പോഴോർക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ഒരു പിടി മനുഷ്യരുണ്ട് താഴെ. അവർക്കൊക്കെ വേണ്ടത് ഈ ഒരാളെയാണ്. അതെന്താ ഓർക്കാത്തത്? പറഞ്ഞു വന്നപ്പോൾ ഒരു വാഗ്മിയുടെ കുപ്പായം തനിക്ക് നന്നേ ഇണങ്ങുന്നുവെന്ന് ഓർത്തു. കൽമേയി അവിടെ വന്നിരുന്ന് സങ്കടം പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. ഈ ഇരിപ്പ് ഇനി ശരിയാവില്ല കേട്ടോ. പറയുന്നതിനിടയിൽ മേശപ്പുറത്ത് മൂടി വെച്ചിരുന്ന പാത്രങ്ങൾ എടുത്ത് മാറ്റി പിഞ്ഞാണത്തിൽ കഞ്ഞി പകർന്ന് മുന്നിലേക്ക് നീക്കി വെച്ചു. എനിക്കൊന്നും വേണമെന്നില്ല മായ. അബു വിലക്കാൻ നോക്കി. പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ ആരാ നോക്കി നടത്തേണ്ടത്? തിരിച്ചറിവ് വന്നിട്ടില്ലാത്ത അയൂബോ? ആ കണ്ണുകൾ സാവധാനം നിറയുന്നതറിഞ്ഞു. ഇനിയും ഈ ഇരിപ്പിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെ തന്നെ ഇറങ്ങി വരണം താഴേക്ക്.
അവിടെ രണ്ടുപേര് തളർന്നു കിടക്കുന്നതറിയാലോ. അവരെ ആശ്വസിപ്പിക്കേണ്ട ആളാണ് ഞാൻ. എന്തു പറഞ്ഞ മായ അവരെ സമാധാനപ്പെടുത്തേണ്ടത്? ദൈന്യം നിറഞ്ഞു നിന്ന ചോദ്യം. ഒന്നും പറയണ്ട, അവിടെ വന്നിരുന്നാൽ മതി. ഉമ്മാന്റെ സങ്കടം മാറിക്കിട്ടണമെങ്കിൽ താഴേക്ക് വരണം. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും ഓർത്തിട്ടാണ്. ആ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ചാലുകൾ സാരി തലപ്പെടുത്ത് ഒപ്പി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്നു തരികയായിരുന്നു. അബുവിനെ കൂടാതെ തനിക്കൊരു നിലനിൽപ്പില്ല എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ഓർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതം തോന്നുന്നു. ഒരു രാവുകൊണ്ട് മനസ്സുകൾക്കിടയിലുള്ള എല്ലാ അതിർവരമ്പുകളും തകർന്നു വീഴുകയായിരുന്നില്ലേ? കഞ്ഞി സാവധാനം കുടിച്ചു തീരുന്നത് വരെ തൊട്ടരികിൽ കാത്തുനിന്നു. ഉറങ്ങാൻ കിടക്കുന്നതും കണ്ടുകൊണ്ടാണ് പാത്രങ്ങളും എടുത്ത് താഴേക്കിറങ്ങിയത്. അടുക്കള തിണ്ണയിലിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു കൽമയി. കഴിച്ചോ ടീച്ചറെ വല്ലതും? കാൽപ്പെരുമാറ്റം കേട്ട് ഞെട്ടിയുണർന്ന അവരിൽ നിന്നുമുണ്ടായ ആദ്യത്തെ ചോദ്യം. ഉവ്, ഖൈറ്. ആ ചുണ്ടിൽ നിന്ന് വഴുതി വീണ വാക്കിന്റെ പൊരുൾ പിടികിട്ടിയില്ല. സൈനബുവിനരികിൽ ചെന്ന് കിടക്കുമ്പോൾ കഴിഞ്ഞുപോയ ആ രംഗങ്ങൾ തന്നെ അയവിറക്കുകയായിരുന്നു മനസ്സ്. കണ്ണുകളിൽ മയക്കം കൂടുകിട്ടുമ്പോൾ മനസ്സ് തീർത്തും സ്വച്ഛമായി. ഒന്നുമില്ലെങ്കിലും കുറച്ചൊരു സമാധാനം നൽകാൻ കഴിഞ്ഞുവല്ലോ. തനിക്ക് എങ്ങനെ അതിനൊക്കെ ധൈര്യം വന്നുവെന്ന് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഒരന്യപുരുഷന്റെ കിടക്കറയിലേക്ക് സ്വമേധയാ കടന്നു ചെല്ലുക, എല്ലാം മറന്ന് ആ മുഖം മാറിലേക്കണച്ച് ആശ്വസിപ്പിക്കുക, പിറ്റേന്ന് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ മുന്നിൽ നിൽക്കുക. വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് രാവിലെ ഉമ്മയുടെ അരികിലേക്ക് വന്നപ്പോഴാണ്. മകന്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ താങ്ങാനാവാതെ ദുർവിധിയിൽ തളർന്നു വീണ് കിടന്നിരുന്ന അവർ ഉറക്കെ കരയാൻ തുടങ്ങി. അബുവിന്റെ വരവിനായി കാത്തിരുന്നത് പോലെയായിരുന്നു സൈനബുവും. പുറത്തു നിന്നുള്ളവരൊക്കെ നിലവിളി കേട്ട് മുറിക്കുള്ളിലേക്ക് ഓടി വന്നു. എന്തു പറഞ്ഞാണ് ഇരുവരെയും സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ പരുങ്ങിക്കൊണ്ടിരുന്ന ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി മിഴിനീർ ഇറ്റി വീണുകൊണ്ടിരുന്നു. കാഴ്ചക്കാർക്കും കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആശ്വാസവാക്കുകൾ വിഫലമായ സന്ദർഭം. നമുക്ക് ഹസനെ കാണണം മോനെ. ഓൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലെന്ന് ഇജ്ജ് ചെന്ന് പറയ്. മകനെ പിടിച്ചു വലിച്ചുകൊണ്ടായിരുന്നു ഉമ്മയുടെ വിലാപം. ഹസൻ ആസ്പത്രിയിലാണ് ഇത്താത്ത. ദീനം പറ്റിയെ മാറിയിട്ടേ ഡോക്ടർ വിടുള്ളൂ. കോയാക്ക പറഞ്ഞു നോക്കി. പൊളി പറയണ്ട, നമ്മക്കറിയാം. ഓനെ പോലീസുകാർ കൊണ്ടുപോയ വിവരം അബു ചെന്ന് പറഞ്ഞ അവര് വിടും. ഞാൻ പോകാം ഉമ്മ. വിങ്ങി പൊട്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. പോലീസുകാര് അവനെ ഒരു ചേലിക്കാക്കിയിട്ടുണ്ടാവും ഇപ്പോ. അത് പറഞ്ഞിട്ടായിരുന്നു പിന്നീടുള്ള കരച്ചിൽ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത്താത്ത. നമ്മളും അഹമ്മദ് കുട്ടിയും കൂടി ഇന്നലെ പോയി കണ്ടേക്കണ്. ഹസനെ അവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാം ഓന് സ്വബോധമില്ലാതെ വരുത്തി കൂട്ടിയതാണെന്ന്. കോയാക്കയുടെ സാന്ത്വനം. ഓന് കഴിക്കാനൊക്കെ കിട്ടുമോ കോയ? ഉവ്, ഒക്കെ വാങ്ങിക്കൊടുക്കാനുള്ള പണം കൊടുത്ത് കുഞ്ഞു മൂസയെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ഇത്താത്ത. ആ കാര്യം ഒന്നും ഓർത്ത് ബേജാറാവണ്ട. അതൊക്കെ കേട്ടിട്ടും ഉമ്മയുടെ ഉള്ളിലെ അഗ്നി കെട്ടടങ്ങിയില്ല. ആ കണ്ണുനീരിന്റെ ഉറവ് വറ്റിയതുമില്ല. അവരുടെ ലോകം ആ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. നാളുകൾ കഴിഞ്ഞ് ഹസനിക്ക വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴും ആ കിടപ്പ് തന്നെയായിരുന്നു അവർ. മനോരോഗിയാണെന്ന തെളിവ് ഹാജരാക്കി കൊലക്കുറ്റത്തിൽ നിന്നും ഹസനിക്കയെ മോചിപ്പിക്കുകയായിരുന്നു. തടവിൽ കിടന്നിരുന്ന കാലങ്ങളിൽ ഏറിയ ഭാഗവും ആശുപത്രി സെല്ലിലാണ് കഴിച്ചു കൂട്ടിയതും. ഭർത്താവിനെ വരവേൽക്കാൻ വെറ്റിലപ്പറമ്പിൽ സൈനബ് ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളുടെ മരണാനന്തര കർമ്മങ്ങൾ കഴിയുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അവൾ. എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ ചെല്ലുമായിരുന്നു താൻ. ആ ദിവസങ്ങളിൽ എന്നോ ഒരിക്കലാണ് സൈനബു അത് പറഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് മായ. പോയാൽ? പെട്ടെന്നൊരു മറുപടി ഉണ്ടായില്ല. നിശബ്ദതയ്ക്ക് കനം കൂടിയ നിമിഷങ്ങൾ. എനിക്ക് ഈ പുരയില് ഒരു ദിവസം പോലും കഴിയാൻ പറ്റണില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും മുമ്പിൽ വന്ന് നിൽക്കണ പോലെ. ഉമ്മാന്നുള്ള വിളി കാതീന്ന് ഒഴിഞ്ഞു പോണില്ല. രണ്ടും കൂടി ഇവിടെ കൂടിയല്ലേ ഓടിച്ചാടി നടന്നിരുന്നത്. ഈ പുരയിൽ കഴിയും തോറും എൻ്റെ കൽബ് പൊടിയാണ് മായ. സൈനബുവിൻ്റെ തേങ്ങൽ തന്നിലേക്കും പടരുന്നതറിഞ്ഞു. നിശബ്ദം കണ്ണീരൊഴുക്കുമ്പോൾ അന്തരീക്ഷം പോലും നിശ്ചലമായി നിന്നു. പോകരുതെന്ന് പറയാൻ പലവരും ആശിച്ചു. ഇനി അടുത്ത കാലത്തൊന്നും സൈനബുവിൻ്റെ തിരിച്ചുവരവുണ്ടാവില്ലെന്നറിയാം. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇപ്പോഴും അവൾക്കായിട്ടില്ല.
ആഹാരം കഴിക്കാനും കുളിച്ച് വസ്ത്രം മാറാനുമൊക്കെ ആരെങ്കിലും നിർബന്ധിക്കണമെന്നായിരിക്കുന്നു. എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരുന്ന് കണ്ണുനീർ വാർക്കാൻ മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നി. വല്ലപ്പോഴും ഉമ്മയും ബാപ്പയും കടമ നിർവഹിക്കുന്ന മട്ടിൽ വന്നുപോകും. മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു ദിവസമെങ്കിലും നിർത്തണമെന്നുള്ള താല്പര്യം അവർക്കില്ലായിരുന്നു. സൈനബുവിന്റെ പ്രകൃതം കണ്ട് അബു പറഞ്ഞാണ് കൊണ്ടുപോകാൻ സന്നദ്ധരായതും. സൈനബുവിനെ ഇപ്പോഴും ഒരു കറവ പശുവായി കാണുകയായിരുന്നു ആ വീട്ടുകാർ. വെറ്റിലപ്പറമ്പിൽ നിൽക്കുന്നിടത്തോളം നേട്ടങ്ങളേ ഉണ്ടാവുകയുള്ളൂ എന്ന് അഹമ്മദ് കുട്ടിക്കറിയാം. കല്യാണപ്രായം എത്തിയ 2 അനുജത്തിമാര് കൂടിയുണ്ട് സൈനബുവിന്. അവരുടെ കാര്യങ്ങൾക്ക് അബു കൈയയച്ച് സഹായിക്കുമെന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോഴും ഒരിക്കൽ അവരിൽ ഒരാളെ അബുവിനു വേണ്ടി ആലോചിക്കുക കൂടി ചെയ്തു. സൈനബുവിന്റെ ഉപ്പ നിക്കാഹേ കഴിക്കുന്നില്ല എന്ന് തീർത്തു പറഞ്ഞ് ഒഴിയുകയായിരുന്നു ആൾ. സൈനബ് പോയി കഴിഞ്ഞാണ് ആ കഥകളൊക്കെ കൽമയി പറഞ്ഞു തന്നത്. ആ ഇക്കാന്റെ പണത്തോടുള്ള ആർത്തി ഇതുവരെ അടങ്ങിയിട്ടില്ല. അതൊക്കെ കേട്ടിരിക്കുമ്പോൾ വിവാഹമേ വേണ്ടെന്ന് പറയുന്ന ആളിന്റെ മുഖമായിരുന്നു മനസ്സിൽ. അധ്യായം 28. ചൈതന്യം പൊലിഞ്ഞുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ തടവറയായി മാറിയിരുന്നു വെറ്റിലപ്പറമ്പ്. കുഞ്ഞുങ്ങളുടെ വേർപാടും സൈനബുവിന്റെ അസാന്നിധ്യവും അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു. വല്ലപ്പോഴും ഒന്ന് കയറി ചെല്ലുമ്പോൾ വ്യാകുലത നിറഞ്ഞ മുഖങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ഹസനിക്ക മാത്രം തന്റെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും അറിയാതെ മാറത്ത് കൈകൾ പിണിച്ചുകെട്ടി പൂമുഖത്തെ വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. പഴയ ആ കാവൽക്കാരൻ പിന്നാലെ ഉണ്ടാവുമെങ്കിലും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് താൻ മുറ്റം കടക്കുന്നത്. മുടങ്ങാതെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ആ മനുഷ്യന്. എപ്പോഴാണ് ഹാലിളകുന്നതെന്ന് ആർക്കും ഒരു തിട്ടവും ഉണ്ടായിരുന്നില്ലല്ലോ. ഭയം കാരണം കൽമേയി പോലും കൺവെട്ടത്ത് ചെല്ലുമായിരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടു. എനിക്കും ഇക്കാക്കാനെ പേടിയാണിപ്പോ, അയ്യൂബും എന്നോ ഒരിക്കൽ തന്നോട് പറഞ്ഞു. രാത്രി ഉമ്മാനെയും കെട്ടിപ്പിടിച്ചാ ഞാൻ ഉറങ്ങുന്നത്. കതകിന്റെ കുറ്റി അകത്തുനിന്നിട്ടാലും ഉള്ളില് ബേജാറാണ്. ആ വട്ടക്കണ്ണുകളിൽ ഭീതി ഉരുണ്ടുകൂടി കിടന്നിരുന്നു. വെറുതെ പേടിക്കുകയാണ് അയ്യൂബ്. ഇക്ക കിടക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടാറുണ്ടെന്ന് അയ്യൂബ് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? എന്നാലും പേടിയ ടീച്ചറെ. ചിലപ്പോ ഇങ്ങനെ തുറച്ചൊരു നോട്ടമുണ്ട് എൻ്റെ മേല്. കണ്ട ടീച്ചറായാലും ഒന്ന് പേടിക്കും. നിശബ്ദം കേട്ടിരിക്കുമ്പോൾ അവൻ തുടർന്നു. കൊച്ചിക്കായ്ക്ക് ഇതൊന്നും കണ്ടാലും ഒരു പേടിയുമില്ല. അടുത്ത് ചെന്ന് ഗുളിക മിഴുങ്ങാൻ കൊച്ചിക്ക പറയണം. ഇല്ലെങ്കിൽ മൂപ്പര് കഴിക്കില്ല. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അയ്യൂബേ. അസുഖം വന്ന് ചെയ്തു കൂട്ടിയതാണ് ഒക്കെ. എന്താണ് ഉണ്ടായതെന്നൊന്നും പാവത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല. ശരിയാ ടീച്ചർ പറഞ്ഞത്. കൊണ്ടുവന്നിട്ട് ഇന്നേ വരെ കുട്ടിയോളെയും ഇത്താത്തനെയും തിരക്കിയിട്ട് പോലുമില്ല മൂപ്പര്. എല്ലാരെയും മറന്നേക്കണ്. കളിച്ച് നടക്കേണ്ട പ്രായമായിരുന്നു അയ്യൂബിനെന്ന്. എന്നിട്ടും സ്കൂൾ വിട്ടു വന്നാൽ മുകളിൽ എവിടെയെങ്കിലും ചടഞ്ഞുകൂടും. ഇല്ലെങ്കിൽ ഏതെങ്കിലും പാഠപുസ്തകവുമായി തൻ്റെ അരികിലെത്തും. 8ാം തരത്തിലായിരുന്നു അന്ന്. കണക്കിനും ഇംഗ്ലീഷിനും സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷിന്റെ അടുത്ത് തന്നെയായിരുന്നു ട്യൂഷൻ. നീണ്ട ചോദ്യോത്തരങ്ങൾ പഠിക്കണമെങ്കിൽ താൻ അടുത്ത് വേണം ഇടയ്ക്കിടെ പറഞ്ഞു കേൾപ്പിക്കാൻ. ഹൈസ്കൂൾ ക്ലാസ്സിലും തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി അവൻ മുന്നോട്ട് പോയി. ദുരന്തം കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാത്തൊരു അസ്വാസ്ഥ്യം അയ്യൂബിനെ പിടികൂടിയിരുന്നു. ഓർക്കാതിരിക്കെ തന്നെ കരഞ്ഞു കളയും. സ്വാന്തനം കൊണ്ടൊന്നും ആ ദുഃഖത്തിന് ശമനം വരുത്താൻ കഴിഞ്ഞതുമില്ല. പിന്നീട് ആ കരച്ചിൽ അവസാനിക്കുന്നത് വരെ ദേഹത്തോട് ചേർത്തിരുത്തി പുറം തലോടി ആശ്വസിപ്പിക്കുകയായിരുന്നു തൻ്റെ പതിവ്. സൈനബുവിന്റെ അസാന്നിധ്യവും അയ്യൂബിനെ വല്ലാതെ തളർത്തിയിരുന്നു. ഇത്താത്ത ഇനി വരില്ലേ ടീച്ചറെ? ആ ചോദ്യം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. വരും, വരാതിരിക്കില്ല. സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ. ഒരിക്കൽ താൻ കാണാൻ പോയിരുന്നു, അയ്യൂബിനോടും ചേക്കൂട്ടിയോടുമൊപ്പം. നേരത്തെ പറഞ്ഞുറപ്പിച്ച യാത്രയായിരുന്നു അത്. ഓടിട്ടതാണെങ്കിലും വലിയ സൗകര്യമൊന്നുമില്ലാത്ത ഒരു കൊച്ചു വീടായിരുന്നു അത്. വെറ്റിലപ്പറമ്പിലെ അകത്തളത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ പുര. കുളിപ്പുരയും പൈപ്പ് വെള്ളവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആയാസപ്പെട്ട് വേണം വെള്ളം വലിച്ചു കയറ്റാൻ. ഉമ്മറത്തെണ്ണയിലിരുന്ന സൈനബു തീരെ നനച്ചിരിക്കാതെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വിടർന്ന മുഖവുമായി എഴുന്നേറ്റ് വന്നു. ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല മായ വരുമെന്ന്. അടുത്തിരുന്ന കുഞ്ഞിനെ ഒക്കത്തേറ്റിയിരുന്നു അവൾ. കാണണമെന്ന് തോന്നി, അതുകൊണ്ട് പോന്നു. സൈനബുവിന് ഒരു മാറ്റവും വന്നിരുന്നില്ല. ഒടുവിൽ കണ്ടതുപോലെ തന്നെ നന്നേ ശോഷിച്ചിരിക്കുന്നു. പുതുതായി ഉണ്ടായിരുന്നത് ഒന്ന് മാത്രം,
ആ നേർമിഴികളിലെ തിളക്കം. ഇതാരുടെ കുട്ടി? അകത്തേക്ക് കടക്കുമ്പോൾ ചോദിക്കാതിരുന്നില്ല. ഏകദേശം താരിഖിന്റെ പ്രായമുണ്ടാവും അതിന്. ഛായയും ഏതാണ്ട് അതുപോലെ തന്നെ. നിറം കുറവാണെന്ന് മാത്രം. അനിയത്തിന്റെ മോനാണ്. അവളിവിടെ അടുത്താ താമസം. സൽക്കരിച്ച് വിരുന്നുകാരെ വീർപ്പുമുട്ടിക്കുമ്പോഴും സൈനബു ആ കുഞ്ഞിനെ നിലത്തിറക്കിയിരുന്നില്ല. ആ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ആ കുട്ടിയെന്ന് പലപ്പോഴും തോന്നി. അമ്മായി ഇപ്പോഴും കിടപ്പ് തന്നെയാണോ എന്നൊരു അന്വേഷണമല്ലാതെ വെറ്റിലപ്പറമ്പിൽ അവശേഷിച്ചിരുന്നവരെക്കുറിച്ചൊന്നും അവൾ ചോദിക്കുകയുണ്ടായില്ല. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഓർമ്മപ്പെടുത്തിയതൊന്നു മാത്രം. അബുവിനോട് പറയണം വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒന്നിറങ്ങാൻ. ഹസനിക്കയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മനഃപൂർവ്വമായിരുന്നോ അത്? ജീവിതത്തിലേക്ക് പതിയെ മടങ്ങി വരികയായിരുന്നു സൈനബു. ഒരു പക്ഷേ അനുജത്തിയുടെ കുഞ്ഞിൽ ആ മനസ്സ് ആശ്വാസം കണ്ടിട്ടുണ്ടാവും. നല്ലത് വരട്ടെ, അവൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചു വന്ന്. സൈനബുവിന്റെ വീട്ടിലേക്ക് ആദ്യമായും അവസാനമായും തന്റെ സന്ദർശനമായിരുന്നു അത്. ആ യാത്രയിൽ ഒരാളുടെ സാന്നിധ്യം കൂടി താൻ കാംക്ഷിച്ചിരുന്നുവെന്നോർത്തു. ഒരു പക്ഷേ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെയാവും ഒപ്പം വരാതിരുന്നത്. തന്നേക്കാൾ സമൂഹത്തെ ഭയപ്പെട്ടിരുന്നത് അബുവാണെന്ന് തോന്നി. ഒരു നോക്കോ വാക്കോ കൊണ്ടുപോലും ഇരുവർക്കും മധ്യേയുണ്ടായിരുന്ന ഹൃദയബന്ധം മറ്റുള്ളവരുടെ മുന്നിൽ അനാവൃതമാക്കുവാൻ ആൾ ഒരുങ്ങിയതുപോലുമില്ല. വല്ലപ്പോഴും സ്കൂളിലേക്ക് വരേണ്ടി വന്നാൽ തന്നെ ആ മുഖത്ത് അപരിചിതത്വം പടർന്ന് പന്തലിച്ചു കിടക്കും. ഒന്ന് പുഞ്ചിരിക്കാൻ പോലും തനിക്ക് കഴിയാതെ വരും. നല്ലൊരു കൊച്ചൻ, കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവേണ്ട പ്രായമാ. ഒരു ഗതികേട് നോക്കണേ. പറഞ്ഞത് ശാന്ത ടീച്ചറാണ്. ആ വാക്കുകൾ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അറിഞ്ഞുകൊണ്ടാരാ പെണ്ണ് കൊടുക്കുന്നേ? കൊച്ചമ്മണി ടീച്ചറിന്റെ മറുപടി. ഹസന്റെ പെണ്ണിന്റെ തന്ത മൊഴി വാങ്ങാൻ പോണെന്നൊക്കെ പറയുന്നത് കേട്ടു. നേരാണോ മായേ? ഭാഗീരഥ ടീച്ചറിന്റെ ചോദ്യം തന്നോടായിരുന്നു. ആദ്യമായാണ് അങ്ങനെയൊരു വാർത്ത കാതിൽ വീഴുന്നത്. എനിക്കറിയില്ല ടീച്ചറെ, അവിടെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. കൊച്ചു പെണ്ണല്ലേ അത്. ജീവിതം ഇനിയും എത്ര ബാക്കി കിടക്കുന്നു. വേറൊരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആയാലേ ആ കൊച്ചിന്റെ ദുഃഖം മാറുള്ളൂ. ആ പറഞ്ഞതൊക്കെ 100% ശരിയാണെന്നറിയാം. തന്റെ പ്രായമേ വരൂ സൈനബുവിന്. നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞും വിളിച്ചുമിരിക്കേണ്ട പ്രായമല്ല. പക്ഷേ അവ്യാഖ്യായമായ എന്തോ ഒന്ന് ഉള്ളിൽ കിടന്ന് മുട്ടി ഉഴലുന്നു. വൈറ്റിലപ്പറമ്പുകാർക്കും മൊഴി കൊടുക്കാൻ സമ്മതമാണെന്നാ കേട്ടത്. ഇല്ലെങ്കിൽ അബു തന്നെ ആ കൊച്ചിനെ നിക്കാഹ് കഴിക്കണം. ആരാണ് അത് പറഞ്ഞതെന്നൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. ശിരസിനു പിന്നിൽ ശക്തിയായി പ്രഹരമേറ്റതുപോലെ തരിച്ചിരുന്നു പോയി. അതൊന്നും ശരിയാവില്ല ടീച്ചറെ. ഹസന്റെ കാലം കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ സാരമില്ലായിരുന്നു. വേറൊരു ബന്ധമാ നല്ലത്. അബുവും ഇനിയൊരു കാലത്ത് ഇങ്ങനെയൊക്കെ ആവില്ലെന്ന് ആര് കണ്ടു? തലയാകെ മരവിക്കുകയാണ്. എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് തീവ്രമായി ആശിച്ചു. പക്ഷേ വയ്യ. വിളറിപ്പോയ മുഖം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാനായിരുന്നു അടുത്ത ശ്രമം. കയ്യിലിരുന്ന സയൻസ് പുസ്തകം വീണ്ടും നിവർത്തി വായിക്കാൻ ശ്രമിച്ചു നോക്കി. അയ്യൂബിൻ്റെതായിരുന്നു അത്. രാവിലെ ബയോളജിയിലെ ഏതോ സംശയം തീർക്കാനായി വന്നതാണ്. മെസ്സുള്ള ദിവസമായിരുന്നത് കൊണ്ട് സമയം കിട്ടിയില്ല. വൈകുന്നേരം താൻ ചെല്ലുന്നത് നോക്കിയിരിക്കും. 1-2 ആവർത്തി വായിച്ചാലേ തനിക്കും മനസ്സിലാവുകയുള്ളൂ. കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ ഓടി നടന്നു. ഒരു വാക്കുപോലും മനസ്സിൽ പതിയുന്നില്ല. പകരം അബുവിൻ്റെയും ഹസനിക്കയുടെയും സൈനബുവിൻ്റെയും ഒക്കെ മുഖങ്ങളാണ് ബോധതലത്തിൽ തെളിയുന്നത്. എത്ര നേരം ഇരിപ്പ് തുടർന്നുവെന്നൊന്നും ഓർമ്മയില്ല. ഇന്റർവെൽ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ബെൽ എല്ലാ അശുഭചിന്തകൾക്കും വിരാമമിട്ടു. തുടർന്നുള്ള ദിവസങ്ങളിലും തന്റെ മനസ്സ് നിലയ്ക്ക് നിന്നിരുന്നില്ലെന്ന് ഓർത്തു. കൂനിന്മേൽ കുരു എന്ന പോലെയായിരുന്നു വീട്ടിലുണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ. ദേവിയെ കാണാനും സംസാരിക്കാനും ഒക്കെ 1-2 തവണ വിനയൻ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛൻ പുറത്തുപോയ നേരങ്ങളിലായിരുന്നു അത്. അയൽക്കാരിൽ ആരോ പറഞ്ഞു കൊടുത്താണ് അച്ഛൻ അറിയുന്നത് തന്നെ. ശാസിച്ചിട്ടും തല്ലിയിട്ടുമൊന്നും കാര്യമില്ല മോളെ. അവളിപ്പോൾ എനിക്ക് നേരെ നിന്ന് തറുതല പറയാനും തുടങ്ങി. ആരോടാ ഞാൻ സങ്കടം പറയേണ്ടത്? രാജനാണെങ്കിൽ വല്ലപ്പോഴുമാ ഈ പടി ചവിട്ടുന്നത്. നിന്റെ വലിയമ്മാവിന്റെ സ്വഭാവം പറയുകയും വേണ്ടല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ തന്നെയാ വലുത്. ഒരു പോക്കുണ്ടായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും തലയ്ക്കൽ ഞാൻ ഇവളെ കെട്ടിവച്ചേനെ. അതിന് നിവർത്തിയില്ലല്ലോ മോളെ. കത്തുകളിലൂടെയുള്ള ആ പരിദേവനങ്ങൾ നീണ്ടുപോയി. അച്ഛൻ അമ്മാവന്മാരെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ലെന്നറിയാം.
എന്തെങ്കിലും കരുതി വെച്ചിട്ട് ചെന്ന് കല്യാണം നടത്താമെന്ന് ആവശ്യപ്പെടുന്നതിൽ ഒരർത്ഥമുണ്ട്. ഇത് അങ്ങനെയുമല്ലല്ലോ. ആകെയുള്ള സമ്പാദ്യം പ്രോവിഡന്റ് ഫണ്ടിലെ തുകയാണ്. അത് കല്യാണ ചെലവിന് പോലും തികയില്ല. പിന്നെ ആരാ സഹായിക്കുക? ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞതിൽ പിന്നീട് അന്നത്തേക്കുള്ള വക ഒപ്പിക്കാൻ പാടുപെടുകയാണ് കുഞ്ഞമ്മാവൻ. തൻ്റേതിനേക്കാൾ മോശമായ ചുറ്റുപാടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ബന്ധമെടുത്തതും. കഴിഞ്ഞ തവണ താൻ കാണുമ്പോൾ കുഞ്ഞമ്മായിയുടെ കയ്യിൽ സ്വർണമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് നൂലുപോലെയുള്ള താലിമാല മാത്രം. ആദ്യത്തെ കുഞ്ഞിന്റെ ജനനത്തോടെ തന്നെ ബാക്കിയൊക്കെ വിറ്റുപോയി. ഈയിടെയായി വീട്ടിലേക്കുള്ള അമ്മാവന്റെ വരവ് പോലും ചുരുങ്ങിയിരിക്കുന്നു. പിന്നെയുള്ള ഏക ആശ്രയം സാവിത്രി ചിറ്റിയാണ്. പക്ഷേ ആ സഹായത്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ. ഓർക്കും തോറും മനസ്സുലയുകയായിരുന്നു. ദുഃഖത്തിന്റെ നിഴൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അച്ഛന്റെ മുഖം സദാ കൺമുമ്പിലുണ്ട്. അസ്വാസ്ഥ്യം തന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ലെന്ന് തോന്നി. ഓരോ അവധിക്കും നാട്ടിലേക്ക് പോയി വരുമ്പോഴൊക്കെ ആ അലോസരങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടിരുന്നു. ദേവിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. കുടുംബത്തിന് വന്നു ചേരാവുന്ന നാണക്കേട് ഒഴിവാക്കാൻ അതേ മാർഗമുള്ളൂ. ഉള്ളിൽ ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നതല്ലാതെ ആഗ്രഹങ്ങളൊന്നും നടപ്പിലായില്ല. സ്വജാതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടുപിടിക്കുന്ന കാര്യം കുഞ്ഞമ്മാവൻ ഏറ്റിരുന്നു. സ്വർണവും പണവും താൻ ഒപ്പിക്കണം. അതായിരുന്നല്ലോ ഏറ്റവും വലിയ ചുമതലയും. കഴുത്തിലേക്ക് ഒരു കൂട്ടം ചിറ്റ തരാമെന്ന് പറഞ്ഞിട്ടും ഒരു പരിഹാരവും കണ്ടുപിടിക്കാനായില്ല. അച്ഛന്റെ കയ്യിലും നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. താൻ അയച്ചു കൊടുക്കുന്നതൊക്കെ വീട്ടു ചെലവിന് മാത്രമേ തികയുമായിരുന്നുള്ളൂ. സാമാന്യം തയ്യൽ പണിയൊക്കെ ഉണ്ടായിരുന്നിട്ടും കയ്യിൽ കിട്ടിയതൊക്കെ ചാന്തിനും കൺമഷിക്കും ഡ്രസ്സിനും ദേവി ചെലവാക്കിക്കൊണ്ടിരുന്നു. അണിഞ്ഞൊരുങ്ങുന്നതിനാണ് അവൾ മുൻതൂക്കം കൊടുത്തിരുന്നത്. ഒന്നിനും ഒരു പോംവഴിയും കണ്ടുപിടിക്കാനാകാതെ മനസ്സുഴറി. നാട്ടിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു പെയിന്ററെ കണ്ടുവെച്ച് കുഞ്ഞമ്മാവൻ തനിക്കെഴുതി 10 പവനും 10,000 രൂപയും ഒപ്പിക്കാൻ. ആ സ്ത്രീധനം തന്നെ ഒരുപാട് പേശിയാണ് കുറച്ചതെന്നും. ഉറക്കം ഹോമിച്ച കുറേ രാവുകളായിരുന്നു പിന്നീട്. ഒടുവിൽ ആ കത്തിനുള്ള മറുപടി താൻ അച്ഛനെഴുതി. തന്റെ നിസ്സഹായത നീട്ടി വിവരിച്ചുകൊണ്ട്. തുടർന്നുള്ള നാളുകളിലൊന്നും ദേവിക്ക് വേണ്ടി വിവാഹാലോചന കൊണ്ടുവരാൻ ആരും ഒരുമ്പെട്ടില്ല. സ്വന്തം ജില്ലയിൽ PSC പരീക്ഷ എഴുതാൻ ലീവെടുത്ത് ചെല്ലുമ്പോൾ കല്യാണക്കാര്യം പറഞ്ഞ് അച്ഛനോ മറ്റുള്ളവരോ തന്നെ വീർപ്പ് മുട്ടിച്ചതുമില്ല. വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് ചെന്നിരുന്ന 5,000 രൂപ താൻ സാവിത്രി ചിറ്റയെ ഏൽപ്പിച്ചു. വീട്ടിൽ സൂക്ഷിക്കേണ്ടെന്ന് അച്ഛനാണ് പറഞ്ഞത്. ചിറ്റ ആ തുക കൊണ്ട് പഴയ സ്വർണ്ണ ഉരുപ്പിടികൾ വാങ്ങി വെക്കുകയും ചെയ്തു. ഒരു ചെയിനും ലോലമായ 4 വളകളും. ചെയിൻ മോളുടെ കഴുത്തിൽ കിടക്കട്ടെ. ഒഴിഞ്ഞ കഴുത്തുമായി നിന്നെ കാണുമ്പോൾ വിഷമം തോന്നുന്നു. അടുത്ത അവധിക്ക് താൻ നാട്ടിൽ ചെല്ലുമ്പോൾ ചിറ്റ മാല കഴുത്തിലിട്ട് തന്നു. ഇതൊന്നും ഇല്ലാതെയല്ലേ ചിറ്റെ ഞാൻ ഇത്ര നാളും നടന്നത്. ദേവിക്ക് തന്നെ കൊടുത്തേക്ക്. കല്യാണമൊക്കെ ശരിയാവട്ടെ, അപ്പു കൊടുക്കാം. അന്ന് തട്ടാന്റെ കയ്യിൽ കൊടുത്താൽ നിറം മുക്കി പുത്തൻ പോലെയാക്കി തരും. പിന്നീട് തർക്കിക്കാൻ നിന്നില്ല. താൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്. നെടുനാളായി ഉള്ളിൽ താലോലിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നവും. ചിറ്റയുടെ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിശ്ചലം നിന്നുപോയ നിമിഷങ്ങൾ. കഴുത്തിൽ തിളങ്ങുന്ന പൊന്നൂര് തന്റെ പ്രതിച്ഛായയെ ആകെ മാറ്റിമറിച്ചതുപോലെ. സ്വർണത്തിന്റെ തിളക്കം മിഴികളിലും കവിളുകളിലും പ്രതിഫലിക്കുന്നു. പൊടുന്നനെ ഓർമ്മ വന്നത് ഒരേ ഒരു മുഖമാണ്. എത്രയും വേഗം ആ സവിധത്തിലേക്ക് ഓടിയണയാൻ മനസ്സ് ധൃതി കൂട്ടുന്നു. അടുത്ത ഭാഗം നാളെ.